നമസ്തേ, ദൈവായനത്തിലേക്ക് സ്വാഗതം. വ്യത്യസ്തങ്ങളായ ആചാരാനുഷ്ഠാനങ്ങളാൽ പ്രശസ്തമാണ് മലപ്പുറം ജില്ലയിലെ താനൂർ ശോഭപ്പറമ്പ് ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം. നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയാനുണ്ട് ഈ ക്ഷേത്രത്തിന്. നെല്ലൂളിലെ മൂലസ്ഥാനവും കലനശ്ശേരി വലിയപുരയ്ക്കൽ തറവാട്ടിലെ കാർമ്മികത്വവും കുരുമ്പ ഭഗവതിയുടെ ഐശ്വര്യത്തിന് നിദാനങ്ങളായി വിളങ്ങുന്നു. കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ആ ഭക്തിയുടെ നിർവാർന്ന കാഴ്ചകളിലേക്ക്. ഈ ക്ഷേത്രം താനൂർ ശോഭപ്പറമ്പ് ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ക്ഷേത്രമാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അബ്രാഹ്മണരായിട്ടുള്ള ആളുകൾ ശാന്തി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ്. കല്ലനശ്ശേരി എന്ന വലിയപുരയ്ക്കൽ തറവാട്ടിലെ അംഗമായ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ പൂജ ചെയ്യുന്നത്. കൗളാചാരപ്രകാരമുള്ള പൂജാതി കർമ്മങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മൂലസ്ഥാനം നെല്ലൂളിൽ ഭാഗമാണ്. അവിടെ നിന്നാണ് ദേവി ഇവിടെ വന്ന് കുടിയിരുന്നാണ് ഐതിഹ്യം പറയുന്നത്. അവിടെ നിന്നും ഭഗവതി ശോഭപ്പറമ്പിലേക്ക് എഴുന്നള്ളി ഇവിടെ ക്ഷേത്രം വെച്ച് ആരാധിക്കണം എന്നൊരു കൽപ്പന ഉണ്ടാവുകയും അതുപ്രകാരം ഈ സ്ഥലത്ത് ക്ഷേത്രം പണിയുകയും ഇവിടെ ദേവിയുടെ ദാരുപീഠത്തിൽ ദേവിയെ കുടിയിരുത്തുകയും ചെയ്തു. അമ്മയ്ക്ക് എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിൽ പൊക്കി കെട്ടാൻ പാടില്ല. മക്കളെ കണ്ടിരിക്കണം, എപ്പോഴും സന്തോഷത്തോടുകൂടി കണ്ടിരിക്കണം എന്നാണ് അമ്മയുടെ ആഗ്രഹം. അത് ആ കാരണത്താൽ നമ്മൾ ആ മതിൽ പൊക്കി കെട്ടിയിട്ടില്ല. അമ്മയ്ക്ക് ഏത് കാലത്തും മക്കളെ കണ്ട് സന്തോഷിച്ച് ഇരിക്കുക എന്നുള്ളത് ഇതിൽ അതാണ് ഐതിഹ്യം പറയുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവം കലങ്കരി ഉത്സവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വൃശ്ചികം 41 കഴിഞ്ഞു വരുന്ന കൊടിയാഴ്ചയായിട്ടുള്ള ചൊവ്വ വെള്ളി ആണ് നമ്മൾ ഉത്സവം കലങ്കരി കൊണ്ടാടാറുള്ളത്. നമ്മുടെ കാർഷിക അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്നതാണ് കലങ്കരി ഉത്സവം. ഒരു വർഷത്തെ അവരുടെ കൃഷി ചെയ്തുണ്ടാകുന്ന നെല്ല് കൊണ്ട്, പുത്തൻ അരി കൊണ്ട്, പുത്തൻ കലത്തിൽ പായസം വെച്ച് നേദിക്കുന്ന ചടങ്ങാണ് കലങ്കരിക്കൽ. ധാരാളം പേർ ഇപ്പോൾ അത് നടത്തി വരുന്നുണ്ട്. ഇപ്പോൾ കൃഷി കുറവായതിനാൽ കമ്മിറ്റി മുൻകൈയെടുത്ത് അവർക്ക് വേണ്ടുന്നതായ ഉണങ്ങല്ലരിയും ശർക്കരയൊക്കെ ഇവിടുന്ന് നൽകി ആ ചടങ്ങ് പൂർവാധികം ഭംഗിയോടുകൂടി തന്നെ നടത്തി വരുന്നുണ്ട്. ഉത്സവം നടക്കുന്ന സമയത്ത് നമ്മുടെ താനൂർ ശോഭപ്പറമ്പ് ക്ഷേത്രത്തിലെ ഉത്സവം വളരെ ഭംഗിയാക്കുന്നതിൽ മറ്റുള്ള വിഭാഗങ്ങൾ വളരെയേറെ സഹകരിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. മറ്റുള്ള യാതൊരു വിധത്തിലുള്ള കോലാഹലങ്ങളോ മറ്റുള്ള വിഷയങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മളെ ഈ താനൂർ ശോഭപ്പറമ്പിലെ ഈ ക്ഷേത്ര കലങ്കരി ഉത്സവം നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടാടാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയൊരു എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.
ഉത്സവകാലങ്ങളിൽ സാംസ്കാരിക പരിപാടികളാൽ സമ്പന്നമാണ് താനൂർ ശോഭപ്പറമ്പ് ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്ര സന്നിധി. ഉത്സവത്തോടനുബന്ധിച്ച് മണ്ഡലകാലം മുഴുവൻ അയ്യപ്പന്മാർക്കും ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്കും ദിവസവും പ്രസാദ ഊട്ട് നടത്തിവരുന്നു. മണ്ഡലമാസത്തിൽ ഇവിടെ ഉത്സവ അന്തരീക്ഷമാണ്. 41 ദിവസം രാവിലെ ഭിക്ഷ, വൈകുന്നേരം ഭിക്ഷ, ചുറ്റുവിളക്ക്, വാദ്യമേളങ്ങൾ, കലാപരിപാടികൾ, ഭക്തിപ്രഭാഷണം. 41 ദിവസം കലങ്കരി ഉത്സവം വരെ വളരെ ഗംഭീരമായിട്ടാണ് നടക്കാറുള്ളത്. ശബരിമലയ്ക്ക് പോകുന്ന എല്ലാവർക്കും ഇവിടെ ഇടത്താവളമായിട്ട് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്. പിന്നെ എല്ലാ സ്വാമിമാർക്കും, നടന്നു വരുന്ന സ്വാമിമാർക്കും വാഹനത്തിന് വരുന്ന സ്വാമിമാർക്കും അവിടെ ഈ ക്ഷേത്രത്തിൽ താമസിച്ച് അവർക്ക് കുളിക്കാനും ബാക്കി എല്ലാ സൗകര്യങ്ങളും ഭക്ഷണ സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. ഒരു 100-150 പേർക്കെങ്കിലും ഇവിടെ താമസിച്ച് സുഖമായിട്ട് പോകാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. സന്താനം ഇല്ലാത്ത ദമ്പതികൾക്ക് കുട്ടിയും തൊട്ടിലും ചാർത്തുക എന്നൊരു വഴിപാട് കൂടി ഈ ക്ഷേത്രത്തിലുണ്ട്. അവർക്ക് കുട്ടികളുണ്ടായാൽ ആ സന്താനത്തിനെയും കൊണ്ടുവന്ന് വരിക്കപ്ലാവ് കൊണ്ടുണ്ടാക്കുന്ന തൊട്ടിൽ അതിവിടെ ദേവിക്ക് ചാർത്താറുണ്ട്. അതുപോലെ തന്നെ കല്യാണം കഴിയാത്തവർക്ക് വിവാഹബന്ധനമുട്ട്, സ്വയംവര പുഷ്പാഞ്ജലി ഇതെല്ലാം ഇവിടെ നടത്തി വരുന്നുണ്ട്. പ്രത്യേകിച്ചുള്ള വഴിപാടാണ് പാലുംപൊടി പൂജ എന്ന് പറയും. പിന്നെ മുട്ടറക്കലിന് നമ്മൾ കാളാമ്പുഴയോട് അതിനോട് ബന്ധപ്പെട്ട് തന്നെ ഇപ്പം കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരിക്കേണ്ട അത്രയും തിരക്കാണ്. ഈ മുട്ടറക്കലിന് പ്രധാനപ്പെട്ട ഒരു ഇതാണത്. ഇതര മതസ്ഥരും വന്ന് ഇഷ്ടംപോലെ വന്ന് ഇവിടെ മുട്ടറക്കലും വഴിപാടുകളും ചെയ്യുന്നുണ്ട്. അവർക്ക് അതിനോടുള്ള ബന്ധപ്പെട്ട് ഒരുപാട് അനുഭവങ്ങളും ഞങ്ങളോട് പറയാറുണ്ട്. ആ ഒരു കാരണം കൊണ്ടാണ് കൂടുതൽ ജനങ്ങൾ ഇവിടെ എത്താനുള്ള കാരണം. രാവിലത്തെ പൂജയാണ് പ്രധാനം. ഒരു നേരെ പൂജയുള്ളൂ. വൈകുന്നേരം 5 മണിക്ക് നട തുറന്ന് വിളക്ക് കത്തിച്ച് ഒരു ചെറിയ നേദ്യം. വിശദമായിട്ടുള്ള പൂജകൾ വൈകിട്ടില്ല. ചുറ്റുവിളക്കും കാര്യങ്ങളും നടക്കാറുണ്ട്. പിന്നെ വിജയദശമി, വിദ്യാരംഭം, ആ ചടങ്ങുകളും നടന്നു വരുന്നു. ആ കന്നിമാസത്തിൽ ആയില്യത്തിന് തന്ത്രിയുടെ നേതൃത്വത്തിൽ സർപ്പബലി പൂജ നടക്കുന്നു. അങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ, ഓണം, വിഷു, എല്ലാ പരിപാടികളും വളരെ ഭംഗിയോടുകൂടി തന്നെ ഇപ്പോൾ നടന്നു വരുന്നു. നമ്മുടെ ഈ ശോഭപ്പറമ്പ് അമ്പലത്തിൽ കുടികൊള്ളുന്ന ദേവി സാക്ഷാൽ കൊടുങ്ങല്ലൂർ അമ്മയുടെ പ്രതിരൂപമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതേസമയം വളരെ പല അനുഭവത്തിൽ നിന്നാണ് ഇവിടെ വന്നിട്ട് വഴിപാടുകളും മറ്റ് കാര്യങ്ങളും ചെയ്യുന്നത്. ദാരുപീഠത്തിലാണ് ശോഭപ്പറമ്പ് ശ്രീ കുരുമ്പ ഭഗവതി കുടികൊള്ളുന്നത്. കൗളാചാരപ്രകാരമുള്ള പൂജകൾ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. കാർഷിക അഭിവൃദ്ധിയുടെ പ്രതീകമാണ് കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പ്രശസ്തമായ കലങ്കരി ഉത്സവം. താന്ത്രികമായിട്ടുള്ള പൂജകളല്ല ഇവിടെ. കൗളാചാരപ്രകാരമുള്ള പൂജകളാണ് നമുക്കിവിടെ വിധിച്ചിട്ടുള്ളത്. അതുപ്രകാരം ദാരുപീഠത്തിലാണ് ഭഗവതി കുടികൊള്ളുന്നത്. വാൽക്കണ്ണാടി ദാരുപീഠം ഇതാണ് നമ്മുടെ മാധ്യമമായിട്ട് ഉള്ളത്. രാവിലെ 5:30 മണിക്ക് നട തുറന്ന് നിർമാല്യം ദർശിച്ചു
അഭിഷേകങ്ങളൊക്കെ കഴിച്ചു മലർനേദ്യവും പായസനേദ്യവും കഴിച്ച് പൂജ ചെയ്യുന്നു. അതുപോലെ തന്നെ ചോറൂണ്, കുട്ടികൾക്ക് ചോറൂണ് നടത്തി വരുന്നു. അങ്ങനെ വിവിധങ്ങളായ വഴിപാടുകളെ കൊണ്ട് സമ്പന്നമാണ് ഈ ക്ഷേത്രം. മലബാറിലെ അതിപുരാതന ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ താനൂർ ശോഭപ്പറമ്പ് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രം എല്ലാ കാര്യങ്ങളിലും പ്രസിദ്ധവും മറ്റുള്ള മതവിഭാഗങ്ങളിടയിൽ വളരെയേറെ പ്രാധാന്യത്തോടു കൂടി ഭക്തിയാദരപൂർവ്വം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നൊരു ക്ഷേത്രമാണ് നമ്മുടെ താനൂർ ശോഭപ്പറമ്പ് ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ഉത്സവങ്ങളിലാണെന്നുണ്ടെങ്കിലും പൂജാതി കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും അവരുടേതായിട്ടുള്ള നിത്യ സന്ദർശനവും അവരുടെ പങ്കാളിത്തവും നമ്മുടെ ക്ഷേത്രത്തിൽ എന്നും കാണാവുന്നതാണ്. ഈ ഒരു കാര്യം തന്നെയാണ് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും നമ്മൾ താനൂർ ശോഭപ്പറമ്പ് ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കി നിർത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സ്ഥലമാണ് ഞങ്ങളുടെ പൂജാരിമാരുടെ കുടുംബ വീട്. എൻ്റെ പുറകിൽ കാണുന്നത് ഞങ്ങളുടെ മരിച്ചുപോയ പൂർവികരായിട്ടുള്ള അവന്മാരെ കുടിയിരുത്തി പ്രാർത്ഥിക്കുന്ന ഒരു ക്ഷേത്രമാണ് പിന്നിലുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്ഷേത്രം ഹനുമാനെ സേവിച്ചിരുന്ന ഒരാവനുണ്ടായിരുന്നു. അവർ ഹനുമാനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചിരുന്ന ക്ഷേത്രമാണ് രണ്ടാമത്തത്. അതുപോലെ തന്നെ വീട്ടിൻ്റെ ഉള്ളിൽ മച്ചിലാണ് ഭഗവതിയെ കുടിയിരുത്തിയിട്ടുള്ളത്. താലപ്പൊലിക്ക് ഞങ്ങൾ ഇവിടെ നിന്നാണ് കെട്ടിച്ചിറ്റി വെളിച്ചപ്പാടിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത്. ഇവിടുന്ന് താലത്തോടു കൂടി ക്ഷേത്രത്തിലേക്ക് താലപ്പൊലി എഴുന്നള്ളി പോവാറാണുള്ളത്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് കലങ്കരിക്കൽ ചടങ്ങ് നടക്കുന്നത്. പണ്ട് ഞങ്ങളുടെ ഈ മുറ്റം പറമ്പ് നിറഞ്ഞു കവിഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് ഒരു കാലഘട്ടത്തിൽ ശുഷ്കിച്ചു പോയി. ഇപ്പോൾ വീണ്ടും അത് ഒന്നുകൂടി വിശാലമാക്കി സാധനങ്ങളെയൊക്കെ കൊടുത്ത് ഭക്തജനങ്ങളെ കൂടുതൽ പങ്കാളികളാക്കി ഭംഗിയായി കലങ്കരിക്കൽ ചടങ്ങ് നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ തറവാടായ കല്ലന്നശ്ശേരി എന്ന വലിയപുരക്കൽ, അവിടെ നിന്നും താലപ്പൊലി അവിടെ മച്ചിൽ നിന്നും കെട്ടിച്ചിറ്റിയിട്ടാണ് ഇറങ്ങാറ്.
നാനാജാതി മതസ്ഥരുടെ സംഗമഭൂമി കൂടിയാണ് താനൂർ ശോഭപ്പറമ്പ് ശ്രീ കുരുമ്പ് ഭഗവതി ക്ഷേത്രം. നിത്യപൂജകളിലും ഉത്സവങ്ങളിലും അന്യമതസ്ഥരും കൃത്യമായ വ്രതനിഷ്ഠകളോടെ പങ്കുകൊള്ളുന്നു. വർഷം തോറും നടക്കാറുള്ള സർപ്പബലിയിൽ പങ്കെടുത്ത് ഐശ്വര്യം നേടുവാൻ വിദൂരങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ എത്തുന്നു. സർപ്പബലി ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാന പൂജയാണ്. അത് കല്ലൂർ മനക്കൽ കൃഷ്ണജിത്ത് നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ നടക്കുകയാണ്. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ സർപ്പക്കാവിൽ പൂജയുള്ളൂ. പിന്നെ പ്രതിഷ്ഠാ ദിനത്തിന് ഒരു ചെറിയ പൂജ, അങ്ങനെ 2 പ്രാവശ്യമാണ് വർഷത്തിൽ പൂജ നടക്കാറുള്ളത്. സർപ്പബലി പുറത്ത് കളമിട്ട് നാഗങ്ങൾക്ക് വേണ്ടുന്നതായ പാലും നൂറും അതുപോലെ ഇളനീരഭിഷേകം, വിവിധങ്ങളായ വഴിപാടുകൾ കൊണ്ട് നാഗങ്ങളെ സ്തുതിച്ച് ചെയ്യുന്ന ഒരു ചടങ്ങാണ് സർപ്പബലി. അതിന് ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുക്കാറുണ്ട്. കദളിപ്പഴം, മഞ്ഞപ്പൊടി, ഇളനീര് എന്നിവ എല്ലാവരും കൊണ്ടുവന്ന് ആ പൂജയിൽ പങ്കാളികളാവുന്നുണ്ട്. ഓരോ വർഷം കഴിയും തോറും ഭക്തജന സാന്നിധ്യം കൊണ്ട് സമ്പൂർണ്ണമാണ് ആ ചടങ്ങുകൾ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലഞ്ച കുലധർമ്മഞ്ച മാംച പാലയ പാലയ. എല്ലാവർക്കും അറിയാം സർപ്പബലി എന്ന് അറിയാമെന്നല്ലാണ്ട് എന്താണ് അതെന്നോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഫലങ്ങളെന്നോ ഒന്ന് പലരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. എന്നാൽ അതിനെക്കുറിച്ചൊരു ഏകദേശ ധാരണ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്താണെന്ന് പറയാം. ഈ ഊഷരഭൂമിയിൽ, ലവണാംശമുള്ള ഈ ഭൂമിയിൽ ജീവനം സാധ്യമല്ല എന്നുള്ളതുകൊണ്ട് അന്ന് പരശുരാമൻ ഇവിടേക്ക് താമസിപ്പിക്കാൻ കൊണ്ടുവന്നവർ തിരിച്ചുപോയി എന്നും അതിനുശേഷം പരശുരാമനായിട്ട് തന്നെ ആ ഭൂമിയുടെ ലവണാംശം മാറ്റാനും ആ വിധ കാര്യങ്ങളിലും വേണ്ടി നാഗങ്ങളെ ഇവിടെ അധിവസിപ്പിച്ചു എന്നും അവരെ വിശേഷ രീതിയിൽ പ്രത്യക്ഷ ദേവനായി ആരാധിച്ചുകൊണ്ടും ആണ് നമ്മൾക്ക് മനുഷ്യർക്ക് എല്ലാവർക്കും ഇവിടെ വാസയോഗ്യമായതെന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളതും കാലങ്ങളായിട്ട് അറിഞ്ഞിരിക്കണ ആ ഐതിഹ്യങ്ങളും കഥകളുമൊക്കെ. എവിടെ ശ്രദ്ധിച്ചാലും നമുക്ക് കാണാൻ പറ്റും, ഓരോ ഗ്രാമങ്ങളിലും ഒരുപാട് നാഗക്കാവുകൾ, അതുപോലെ ക്ഷേത്രങ്ങൾ നാഗങ്ങളെ സംബന്ധിച്ചൊക്കെ മറ്റു ദേവന്മാരെ അപേക്ഷിച്ച് ധാരാളമായിട്ട് കാണാം. അത് ഈ സ്ഥലത്തിൻ്റെയും കൂടി പ്രത്യേകതയാണ്. അപ്പോൾ അവരെ വിശേഷമായിട്ട് ആരാധിക്കുക എന്നുള്ളത് പണ്ടുകാലം മുതലേ നമ്മുടെ പൂർവികർ ആചരിച്ചു വന്നിരുന്നൊരു പദ്ധതിയാണ്. കേരളത്തിലെ മഹാക്ഷേത്രങ്ങൾ ധാരാളം നാഗരാജ ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ അവിടങ്ങളിലൊക്കെ വിശേഷമാണ് ഈ ആയില്യം നാളിലുള്ള നൂറുംപാലും സർപ്പബലി ഇത്യാദി കാര്യങ്ങളൊക്കെ. ഇവിടെയും നമ്മുടെ ക്ഷേത്രത്തിലും അതെ കാലങ്ങളായിട്ട് ആചരിച്ചു വരുന്നു. ഇവിടെ ഒരു ഭഗവതിയുടെ പ്രധാന ഒരു ഉപദേവനായിട്ട് തന്നെ പാമ്പുംകാവ്, നാഗക്കാവ്, എങ്ങനെ നമ്മുടെ ദേശങ്ങളിൽ സംസാരിക്കുന്ന ഭാഷ എന്താ വെച്ചാൽ അതിലിവിടെയുണ്ട്. ഇവിടെ ആയില്യത്തിൽ വിശേഷാൽ നൂറുംപാലും, കന്നിമാസത്തിലെ ആയില്യത്തിൽ വിശേഷാൽ തന്ത്രിമുഖമായിട്ട് സർപ്പബലി നടത്തിക്കൊണ്ട് വരാറുള്ളതാണ്. എന്താണ് സർപ്പബലി എന്ന് വെച്ചാൽ, മഹാദേവൻ്റെ 2 വിധാനത്തിലാണ് നമ്മൾ ആചരിക്കുന്നത്, വൈഷ്ണവമായിട്ടും ശൈവമായിട്ടും. കേരളത്തിൽ പ്രധാനമായിട്ടും ശൈവ വിധാനത്തിലുള്ള സർപ്പബലിയാണ് ആചരിക്കുന്നത്. പരദേശങ്ങളിൽ ആശ്ലേഷബലി എന്നും വൈഷ്ണവ പ്രാധാന്യമായിട്ടൊക്കെ ഉണ്ട്. ഇവിടെയുള്ള ഈ സർപ്പബലി ആചരണത്തിൽ
നമ്മൾ മഹാദേവനെ പ്രധാനമായിട്ട് പൂജിച്ച് മഹാദേവൻ്റെ ആഭരണമായിട്ടുള്ള കണ്ഠത്തിൽ ആഭരണമായിട്ടുള്ള ആ ശൈവമൂർത്തിയായിട്ടുള്ള വാസുകിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അഷ്ടനാഗങ്ങളെയും ആ നാഗങ്ങളെ പരിവാരങ്ങളെയും എല്ലാവരുടെയും വിശേഷണ ആ പത്മത്തിൽ മഹാദേവനെ പ്രധാനമായിട്ട് പൂജിച്ച് ദേവൻ്റെ പരിവാരങ്ങളായിട്ടുള്ള നാഗങ്ങളെ ഓരോരോ മൂർത്തികളെയും പ്രത്യേകം ആ പത്മങ്ങളിലേക്ക് ആവാഹിച്ച് നിവേദ്യവും പാൽപ്പായസം ശർക്കര പായസം ഇത്യാദികളൊക്കെ നിവേദിച്ച് പൂജിച്ച് സംതൃപ്തി വരുത്തിയതിന് ശേഷം ഹവിസ് ശുദ്ധ ഹവിസിൽ അഷ്ടദ്രവ്യങ്ങളായിട്ടുള്ള അവില് മലര് കദളിപ്പഴം പാല് ഇളനീര് ഇത്യാദികളൊക്കെ ചേർത്തുകൊണ്ടുള്ള ആ ഹവിസ് ബലി തർപ്പിച്ചുകൊണ്ടാണ് ആ നാഗ പരിവാരങ്ങളെയും നാഗരാജാവിനെയും പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് ആ സർപ്പബലി എന്നുള്ള ചടങ്ങ്. പ്രധാനമായിട്ട് നമ്മളെ സന്തതി പരമ്പരകൾക്കും കുടുംബക്ഷേമത്തിനും ഐശ്വര്യത്തിനും അതിലേറെ ഈ മഞ്ഞപ്പൊടി അഭിഷേകം ഇത്യാദികളൊക്കെ നമ്മുടെ പണ്ട് കാലത്ത് നമ്മൾ ചെറിയ ചെറിയ അസുഖങ്ങൾക്കൊക്കെ ഒരു മഞ്ഞൾ ഒരു ഔഷധമായിട്ടൊക്കെ കണക്കാക്കിയിരുന്നു. അതേമാതിരി ആ നാഗങ്ങൾക്ക് ഇളനീരും പാലും കുഴച്ചിട്ടുള്ള ആ ലേപനം നമ്മളെ ത്വഗ് രോഗങ്ങൾക്കൊക്കെ ഏറ്റവും ഉത്തമമാണെന്ന് പണ്ടുള്ള ആൾക്കാർ വിശ്വസിച്ചിരുന്നു, ആചരിച്ചിരുന്നു, ആരാധിച്ചിരുന്നു മൂർത്തികളെ. നമ്മുടെയൊക്കെ വീടുകളിൽ ചുറ്റും ഇതൊക്കെ ഉണ്ടായിരുന്ന കാരണം നമ്മൾ ഈ ആധുനിക വൈദ്യശാസ്ത്രം ഉണ്ടാകുന്നതിന് മുമ്പെയൊക്കെ നമ്മൾക്ക് ഇതായിരുന്നു നമ്മുടെ പ്രധാനമായിട്ടുള്ള ഒരു രക്ഷ എന്നൊക്കെ പറഞ്ഞു അന്ന് കാലത്ത് പാരമ്പര്യ വൈദ്യമൊക്കെ. ക്ഷേത്ര ദർശനത്തിന് വരുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വഴി ട്രെയിൻ മാർഗ്ഗമാണെങ്കിൽ കാസർഗോഡ് നിന്ന് വരുന്ന ആൾക്കാർക്ക് താനൂർ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി അവിടുന്ന് 1/2 കിലോമീറ്റർ തിരൂർ റോഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്രത്തിലെത്താവുന്നതാണ്. തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് എല്ലാ ട്രെയിനും നിർത്തുന്ന സ്ഥലമാണ് തിരൂർ. അവിടുന്ന് ബസ് മാർഗം താനൂർ എത്താൻ പ്രയാസമില്ല. ക്ഷേത്രത്തിൻ്റെ പുരാതനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മതപരിവർത്തനം ചെയ്തിട്ടുള്ള പഴയകത്ത് ഫാമിലി മുമ്പ് ഹിന്ദു വിഭാഗങ്ങളിലായിരുന്നെങ്കിലും പിന്നെ അവർ മതപരിവർത്തനം ചെയ്ത് ഇന്ന് മുസ്ലിം വിഭാഗത്തിലുള്ള അവർ ആവേം വിളി എന്നുള്ള ആ ഒരു സമ്പ്രദായത്തിലേക്ക് ഈ ക്ഷേത്രത്തിന് ഒരു പഴമയുടെ ചരിത്രം ഈ മുസ്ലിം വിഭാഗവുമായിട്ട് ഉണ്ട്. ഏത് തരത്തിലാണെന്ന് നോക്കിയാലും താനൂർ ശോഭപ്പറമ്പ് ക്ഷേത്രം മറ്റുള്ള വിഭാഗങ്ങളും ഹിന്ദു വിഭാഗങ്ങളൊക്കെ വളരെ ഭക്തിയാദരപൂർവ്വം മത സൗഹാർദ്ദമായിട്ട് ഈ ക്ഷേത്രത്തെ നോക്കിക്കാണുന്നുണ്ട്, വിജയിപ്പിക്കുന്നതിനും വളരെ പങ്കുവയ്ക്കുന്നുണ്ട്. ക്ഷേത്രങ്ങൾ എന്നും നാടിൻ്റെ അഭിവൃദ്ധിയുടെ ഉറവുകളാണ്. ഓരോ ക്ഷേത്രങ്ങളും നമ്മുടെ സംസ്കാരത്തെയും ആചാര അനുഷ്ഠാനങ്ങളെയും അടയാളപ്പെടുത്തുന്നു. മലബാറിൻ്റെ മടിത്തട്ടിൽ മനുഷ്യ സാഹോദര്യത്തിൻ്റെ നിറകുടമായി വിളങ്ങുകയാണ് മലപ്പുറം താനൂർ ശോഭപ്പറമ്പ് ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രം. ഏവർക്കും കുരുംബ ഭഗവതിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ. നന്ദി, നമസ്തേ.